ഹായ്. നമ്മളിപ്പോൾ ഒരുപാട് ഉപയോഗിച്ച് കാണുന്നൊരു പദമാണ് ദളിത് എന്ന് പറയുന്നത് അല്ലേ? ഈ ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാ? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്ന ആളാണ്. ജ്യോതിറാവു ഫുലെ. അപ്പോൾ നമ്മുടെ PSC ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ജ്യോതിറാവു ഫുലെ എന്നാണ്. ഹരിജൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗാന്ധിജിയാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോകാറുണ്ടല്ലോ. അല്ലെ, ഗാന്ധിജിയാണ് ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഹരിജൻ എന്ന വാക്ക് ഉപയോഗിച്ച ഗാന്ധി. അപ്പൊ ഇത് ആരാണ്? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് ജ്യോതിറാവു ഫുലെയാണ്. അദ്ദേഹം അംബേദ്കറുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആളാണ്. അപ്പൊ അംബേദ്കറിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആളാണ് ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്ന ആള്. ജ്യോതിറാവു ഫുലെ. അപ്പൊ അംബേദ്കർ തന്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് പരാമർശിച്ചിട്ടുള്ളത് ആരെ തന്നെയാണ്? ജ്യോതിറാവു ഫുലെ തന്നെയാണ്. അംബേദ്കർ തന്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് ജ്യോതിറാവു ഫുലെയാണ്. അദ്ദേഹം 1873 അദ്ദേഹം ഒരു സംഘടന ആരംഭിച്ചു. 1873 ജ്യോതിറാവു ഫുലെ ആരംഭിച്ച സംഘടനയുടെ പേരാണ് സത്യശോധക് സമാജ്. 1873 ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്ന ആള് സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത്. ശരിക്കും ഇന്ത്യയില് ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. ഇന്ത്യയില് ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന ആളാണ് ജ്യോതിറാവു ഫുലെ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു രചനയുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ രചനയാണ് ഗുലാംഗിരി. ഗുലാംഗിരി എന്ന കൃതി ആരുടെയാണെന്ന് വെച്ചാൽ ആരുടെയാണ്? ജ്യോതിറാവു ഫുലെയുടെയാണ്. അപ്പൊ ഞാൻ ആ ജ്യോതിറാവു ഫുലെയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. അംബേദ്കറിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് അറിയപ്പെടുന്ന ജ്യോതിറാവു ഫുലെയാണ്. 1873 സത്യശോധക് സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. പിന്നെ ഇന്ത്യയിൽ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ഗുലാംഗിരി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ.